ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു പുതിയ ആപ്പല്ല, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പ് തന്നെയാണ്. 100% NBFC അപ്രൂവുള്ള കിഡിലം, അതായത് RBI അപ്രൂവുള്ള NBFC ആണ്. അപ്പോൾ ഞാൻ ആദ്യം ആപ്പിനെക്കുറിച്ച് പറയുന്നില്ല. പറയുകയാണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി എന്താ പറയുന്നത് ലോൺ എടുക്കും. ഇത് ലോൺ എടുക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ സാധാരണ ട്രൂ ബാലൻസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 100 പേര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 60 പേർക്കാണ് ഇത് എന്താ പറയുന്നത് അപ്രൂവൽ ആകുന്നത്. ബാക്കി 30% പേർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിലും അപ്രൂവൽ ആകില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും വീണ്ടും വീണ്ടും ഈ ക്യാഷ് എന്ന് കേൾക്കുമ്പോൾ പട്ട നമുക്കൊരു ഉള്ളിലൊരു ആന്തലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നെല്ലാം ഫില്ല് ചെയ്യും, അവർ റിജക്റ്റ് ചെയ്ത് വിടുകയും ചെയ്യും. നമുക്ക് സിബിലുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയറാണ്, ബാങ്കിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാം, ട്രൂ ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി ഇല്ലാതെ നമുക്ക് ചെയ്യാം, ആധാർ കാർഡും പാൻ കാർഡിൻ്റെയും ബേസ് കൊണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ ട്രൂ ബാലൻസ് എടുക്കുമ്പോൾ ക്യാഷ് ലോൺ 5,000 to 1,25,000 കാണാം. അതേപോലെ തന്നെ ലെവലപ്പ് ലോൺ 1,000 to 15,000 കാണാം. ഇതിൽ സാലറി ഇല്ലാത്തവർ ഈ താഴെ കാണുന്ന 1,000 to 15,000 3 months ഇൻസ്റ്റൻറ്റ് ഡിസ്ബേഴ്സൽ, ഇത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ അപ്ലൈ കൊടുക്കാം. ഗെറ്റ് ദിസ് ലോൺ. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന്, ഇത് നിങ്ങൾക്ക് അറിയാം, ഇതിനെക്കുറിച്ച് മീൻസ് ഇത് പറയാനല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താ പറയുക, മാക്സിമം എമൗണ്ടിന് സെലക്ട് ചെയ്യാം. അപ്ലൈ നൗ ഓപ്ഷൻ കൊടുത്തു. അത് നമ്മുടെ GPS ലൊക്കേഷൻ ഓൺ ആക്കണം. അപ്പോൾ ഇവിടെ ലോൺ പർപ്പസ് എന്ന് കാണാം. ഞാൻ ഇത് മുമ്പ് പറഞ്ഞതാണ്. ഇത് നിങ്ങൾ ഹൗസ് റിപ്പയർ അല്ലെങ്കിൽ വെഡ്ഡിങ് ഈവൻറ്റ്, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. ഈ മെഡിക്കലോ ബിസിനസ്സോ കൊടുക്കുകയാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. കാരണം അറിയാമല്ലോ, മെഡിക്കൽ എന്ന് പറയുമ്പോൾ വിചാരിക്കും, അവരെന്താ വിചാരിക്കുന്നത്, സാധാരണ ബാങ്ക് വിചാരിക്കുന്നത് മെഡിക്കലാണ്, അദ്ദേഹത്തിന് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റില്ല, അത് പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടാകും. ബിസിനസ് ആണെങ്കിൽ 100-ൽ ഒരു 55 അല്ലെങ്കിൽ 60% ബിസിനസ്സും തകരുന്ന അവസ്ഥയാണ് ഈ സമയത്ത്. അപ്പോൾ അതിനും അടയ്ക്കാൻ സാധ്യതയില്ല. സാലറി ഡിലേ ആണെങ്കിൽ അവരെന്താ വിചാരിക്കുന്നത്, ആ കമ്പനി സാലറി ഇനിയും ഡിലേ ആകും, അപ്പോൾ പേയ്മെൻറ്റ് EMI മുടങ്ങും. ഹൗസ് റിപ്പയർ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, കാരണം അദ്ദേഹത്തിന് ഓവർ പൈസ വേണം, അദ്ദേഹത്തിന് പൈസ ഉണ്ടല്ലോ ഓൾറെഡി, അല്ലാതെ ഈ 7,000 വെച്ച് ചെയ്യാൻ പറ്റില്ല, വേറെ പൈസയുണ്ട്, അതുകൊണ്ട് ഹൗസ് റിപ്പയർ. പിന്നെ വെഡ്ഡിങ് ഇവൻറ്റും, ഇത് അർജൻറ്റായിട്ട് പൈസ വേണ്ടി വരുന്ന ഒരു സംഭവമാണ് വെഡ്ഡിങ് ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നമുക്കിവിടെ ഹൗസ് റിപ്പയർ തന്നെ കൊടുക്കാം. മെറിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ സിംഗിൾ ആണെങ്കിലും മാരീഡ് തന്നെ കൊടുക്കുക. ഇനി എഡ്യൂക്കേഷൻ ലെവൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ നിങ്ങൾക്ക് കൊടുക്കാം, അതിൻ്റെ പ്രൂഫ് അവർ ചോദിക്കില്ല. ഇനി ഹൗസിംഗ് ടൈപ്പ്, ഇത് സെൽഫ് ഓൺഡ് തന്നെ കൊടുക്കണം. അടുത്തത് ഒക്യുപ്പേഷൻ സാലറീഡ് തന്നെ കൊടുക്കുക. സെൽഫ് എംപ്ലോയിഡോ സ്റ്റുഡൻറ്റോ ഹൗസ് വൈഫോ കൊടുക്കാതിരിക്കുക, സാലറി നമ്മൾ കൊടുത്തു. ഇനി വർക്ക് പീരീഡ് നമുക്ക് 1 മുതൽ 5 വർഷം വരെയോ 6 മുതൽ 10 വർഷം വരെയോ, അല്ലെങ്കിൽ കുറച്ച് ഏജ് ഉള്ളവരാണെങ്കിൽ ഓവർ 10 years നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം ലെവലിൽ 3 to 5 years കൊടുത്തു. ഈ കമ്പനി ഷോപ്പ്, ഇവിടെ കമ്പനി തന്നെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കമ്പനീസ് അറിയാമല്ലോ, വിപ്രോ, ഡെല്ല്, പിന്നെന്താ പറയുക, ആക്സെൻറ്റ്, സദർലാൻഡ്, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്, അവിടെ കൊടുക്കുക. ഞാൻ ഇവിടെ യെസ് ബാങ്ക് കൊടുത്തു. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഫീൽഡ് ഇൻഡസ്ട്രി, ഇത് നിങ്ങൾ ഫീൽഡ് ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നുകിൽ മാനുഫാക്ചറിങ്, ബാങ്കിങ് ഫിനാൻസ് നിങ്ങൾ ബാങ്കിങ് ഫിനാൻസ് കൊടുത്താലും കുഴപ്പമില്ല. IT, അതുപോലെ തന്നെ വന്നിട്ട് താഴോട്ട് വരുമ്പോൾ മെഡിക്കൽ ഫാർമസി, കൊമേഴ്സ് കൊടുക്കാം, ഗവൺമെൻറ്, കോൾ സെൻറ്റർ, BPO. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് IT ആണ്. ഇനി ജോബ് ഇവിടെ ഉണ്ട്. ജോബ് നിങ്ങളിവിടെ എന്താ പറയുക, മാനേജർ അല്ലെങ്കിൽ പ്രൊഫഷണൽ, എക്സിക്യൂട്ടീവ് ഒന്നും കൊടുക്കേണ്ട, ഞാൻ ഇവിടെ മാനേജർ തന്നെ കൊടുക്കാം. പ്രിഫേർഡ് ലാംഗ്വേജ്, അതായത് നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് ഏത് ലാംഗ്വേജിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ മലയാളം ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ നിങ്ങൾക്കറിയാവുന്ന ഇതിൽ ഏതാണോ ലാംഗ്വേജ് അത് ചൂസ് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷ് ചെയ്തു. ലോൺ എക്സ്പീരിയൻസ്, ഇതിന് മുമ്പ് നിങ്ങൾക്ക് ലോൺ എടുത്ത് എന്തെങ്കിലും പരിചയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് മസ്റ്റായിട്ടും യെസ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ലോൺ പ്രൊഡക്ട്സ് വെൽ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. ഇനി ഇമെയിൽ അഡ്രസ്സ്, അതറിയാമല്ലോ, നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. യെസ് ഐ കൺഫേംഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ലോൺ അണ്ടർ ഇവാലുവേഷൻ ആയിരിക്കും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആകും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് നോട്ടിഫൈ മീ വെൻ ഇറ്റ്സ് അപ്രൂവ്ഡ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. മീൻസ് അപ്രൂവൽ ആകുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 100-ൽ ഒരു 35-40% ഭാഗം റിജക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അത് അവരുടെ കുഴപ്പമില്ല. കാരണം പെട്ടെന്ന് നമുക്കൊരു 5,000 രൂപ വേണം, നമ്മളൊരാൾക്ക് കടം ചോദിച്ചു കിട്ടിയില്ല, ഹോസ്പിറ്റൽ കേസാണ്, നമ്മൾ ഫില്ല് ചെയ്യും. നമ്മൾ എന്താ പറയുന്നത്, ഫ്രീലാൻസർ, സെൽഫ് എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞ് ഫില്ല് ചെയ്യും. ഒരു കാരണവശാൽ നിങ്ങളിപ്പോൾ ഫ്രീലാൻസർ ആയിരിക്കാം, സെൽഫ് എംപ്ലോയീസ് ആയിരിക്കാം, പക്ഷേ നിങ്ങൾ റെഗുലർ എംപ്ലോയി, ഫുൾ ടൈം എംപ്ലോയി എന്ന് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മാത്രമേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ റിജക്റ്റ് ആവും. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.